ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മാനസ മനോജ്. മാനസ, വിവരങ്ങൾ. അസിത, ഇപ്പോൾ സിദ്ദീഖിനെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥ പ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് സിദ്ദീഖ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. അന്വേഷണ സംഘം സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം ജാമ്യം വിട്ടു നൽകുക എന്നതാണ് നടപടിക്രമങ്ങൾ. ആ രീതിയിലായിരിക്കും ഇന്ന് നടക്കുക. ഏതായാലും അല്പസമയം മുൻപാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും സിദ്ദീഖിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർ നടപടികൾ അതിന് പിന്നാലെ ഉണ്ടായിരിക്കും. ഏതായാലും ഈ വഞ്ചിയൂർ ജില്ലാ കോടതിയിലാണ് സിദ്ദീഖിനെ എത്തിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടി കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയത്. കുറച്ച് മുൻപ് അന്വേഷണ സംഘം എത്തി സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സിദ്ദീഖിന് ഈ ഒരു കേസിൽ, അതായത് ബലാത്സംഗ കേസിൽ സിദ്ദീഖിന് പരാതിക്കാരി ഉന്നയിച്ച എല്ലാ പരാതികളും അടിസ്ഥാനമാക്കുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യ തെളിവുകളൊക്കെയും ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊഴികളും ഉണ്ടായിരുന്നു, സാക്ഷി മൊഴികളും ഉണ്ടായിരുന്നു. ഒപ്പം ചില രേഖകൾ, അതായത് മറ്റൊരു ഹോട്ടലിലും അതോടൊപ്പം തന്നെ പ്രിവ്യൂ ഷോ കണ്ട തിയേറ്ററിലെ രേഖയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും സിദ്ദീഖ് ഇപ്പോൾ വാദിക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താനും പരാതിക്കാരിയും നടത്തിയ ആശയവിനിമയം അതുപോലുള്ള തെളിവുകളും ഒന്നും തന്നെ പോലീസിന്റെ പക്കൽ ഇല്ല. അത് സിദ്ദീഖിന്റെ ഭാഗത്തു നിന്ന് സിദ്ദീഖിന്റെ ഫോണുകൾ ഹാജരാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും തന്നെ സിദ്ദീഖ് ഹാജരാക്കിയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങൾ ഇത്തരത്തിൽ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ജാമ്യ വിധി പ്രകാരം ഇത്തരത്തിൽ ജാമ്യം നൽകി വിട്ടയക്കുക എന്ന നടപടിക്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ശരി മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദീഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിട്ടയക്കും.